ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു ഹിന്ദി മിത്ര. ഇന്നത്തെ ക്ലാസ് 4th സ്റ്റാൻഡേർഡിലെ CBSE കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ചാപ്റ്റർ 3 നീം എന്ന കവിത പരിചയപ്പെടാം. നീം ലഹരാത്ത ബിൽക്കാത്ത നീം, ദിൻ ഫർ ഹസ്ത ഗാത്ത നീം, ചിടിയ കൗവ തോത്ത സബ്സെ അപ്നാ നേഹ് ജതാത്ത നീം. ഈ കവിതയിൽ കവി നീം ട്രീയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ലഹരാത്ത ബെൽക്കാത്ത നീം, ദിൻഫർ ഹസ്ത ഗാത്ത നീം. കാറ്റ് വീശുമ്പോൾ വൃക്ഷങ്ങളുടെ ഇലയും ബ്രാഞ്ചസും ഒക്കെ ഇങ്ങനെ ആ കാറ്റിനൊത്ത് മൂവ് ചെയ്യാറുണ്ട്. അതേപോലെ നീം ട്രീയുടെ ഇലയും അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് കാറ്റിനൊത്ത്. അവൻ ദിവസവും എന്താണ് പാടി ചിരിച്ച് ഇരിക്കുന്നു. എപ്പോഴും ആ നീം ട്രീക്ക് സന്തോഷമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ചിടിയ കൗവ തോത്ത സബ്സെ അപ്നാ നേഹ് ജതാത്ത നീം. നീം ട്രീയുടെ ബ്രാഞ്ചസിൽ വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? ചിടിയ, കൗവ, കാക്ക, തോത്ത. ഇതിനോടൊക്കെ നീം ട്രീ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. നഹീം ഡോക്ടർ ഫിർഫി ദേഖോ കിത്നെ രോഗ് ഭഗാത്ത നീം. നഹീം ഡോക്ടർ ഫിർഫി ദേഖോ കിത്നെ രോഗ് ഭഗാത്ത നീം. നീം ട്രീ ഒരു മെഡിസിനൽ ട്രീ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. നഹീം ഡോക്ടർ ഫിർഫി ദേഖോ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ കൂടി അവൻ പല രോഗങ്ങളും സുഖപ്പെടുത്തിയിട്ടുണ്ട്. ചലേ പ്രദൂഷിത വായു കഭി തോ ഉസ്കോ ശുദ്ധ ബനാത്ത നീം. നമുക്ക് ചുറ്റുമുള്ള എയർ മണ്ണും പൊടിയും പുകയും കൊണ്ട് അശുദ്ധമാണ്, പൊല്യൂട്ടഡാണ്. ആ എയറിനെ, വായുവിനെ ശുദ്ധമാക്കുന്നത് നീം ട്രീ ആണ്. കടുവേ തന്മേ മൻ കോ മീട്ട രഗ്ന ഹമീം സിക്കാത്ത നീം. നീം ട്രീയുടെ ഇല കഴിച്ചിട്ടുണ്ടായിരിക്കും, വളരെ കയ്പുള്ളതാണ്. പക്ഷേ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വളരെ ഹെൽത്തി ഉള്ളതാക്കാൻ നീം ട്രീക്ക് കഴിയും. ഹവാ ചലേ തോ ഝൂം ഝൂം കെ സബ് കാ മൻ ബഹലാത്ത നീം. നീം ഒരു മെഡിസിനൽ ട്രീ ആയതുകൊണ്ട് എല്ലാവരും നീം ട്രീയെ വീട്ടിൽ വളർത്താറുണ്ട്. അതിൻ്റെ കാറ്റ് നമ്മുടെ മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്നു. ലേത്ത നഹീം കിസി സെ കുച്ച് ഭി പർ കിത്നാ ദേ ജാത്ത നീം. നീം ട്രീ നമ്മളിൽ നിന്നും ഒന്നും എടുക്കുന്നില്ല, പക്ഷേ നീം ട്രീ കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണുള്ളത്. ഹരീഷ് നിഗം എഴുതിയ ഒരു ചെറിയൊരു കവിതയാണ് നീമിനെക്കുറിച്ച്.